പ്രകൃതിയോട് നമ്മെ ഇണക്കുന്ന സുതാര്യ മൂല്യങ്ങളിൽ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന മൂല്യം പങ്കിടൽ എന്നതാണ്. എല്ലാം സ്വന്തമാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഇന്നത്തെ സമൂഹത്തിൽ എല്ലാം നേടിയിട്ടും നമുക്ക് ഒരു ശൂന്യത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. ഷെയറിംഗ് ട്രാൻസ്ഫോംസ് പേഴ്സണൽ അബണ്ടൻസ് ഇൻടു കളക്റ്റീവ് വെൽബീയിങ്. പങ്കിടൽ എന്നത് വസ്തുക്കൾ മാത്രം മറ്റുള്ളവർക്ക് നൽകുന്നതല്ല. അറിവും കഴിവും സമയവും അവസരങ്ങളും വിഭവങ്ങളും ഭാഗികമായി വിട്ടുകൊടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അവയുടെ പ്രയോജനം വർദ്ധിപ്പിക്കുന്ന ജീവിത രീതിയാണ്. പ്രകൃതിയിൽ ജീവൻ തന്നെ പരസ്പരം പങ്കുവെക്കലിലൂടെ നിലനിൽക്കുന്നു. ഒളിമ്പസ് ദർശനത്തിൽ ലഭിച്ചതിന്റെ ഉറവിടം തിരിച്ചറിഞ്ഞ് അധികം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുമ്പോൾ വ്യക്തി സമൃദ്ധി പൊതു സമൃദ്ധിയായി മാറുന്നു. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതത്തിൽ പങ്കിടൽ എന്ന മൂല്യത്തെയാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. പ്രകൃതിയിൽ എല്ലാം പരസ്പര ബന്ധിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വളരെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ വളർച്ച എന്നത് മറ്റുള്ളതിന്റെ കൂടി വളർച്ചയെ ഉൾപ്പെടുന്നതായിരിക്കണം എന്നുള്ളതാണ് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു പാഠം. അതിൽ പങ്കിടൽ അല്ലെങ്കിൽ നമുക്കുള്ളത് മറ്റുള്ളവയിലേക്ക് കൂടി പങ്കുവെക്കൽ എന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നമുക്കറിയാം. എങ്കിലും ആ പങ്കിടൽ എന്ന മൂല്യത്തിലേക്ക് അല്ലെങ്കിൽ ആ മൂല്യം പാലിക്കുന്നതിലേക്ക് നമുക്കിനി എത്രത്തോളം കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം നാം മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് നോക്കാം. എല്ലാം സ്വന്തമാക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും മറ്റുള്ളവയിലേക്ക് കൂടി തനിക്കുള്ളത് പങ്കുവെക്കുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് സ്വന്തമായിട്ട് എന്താണോ നമുക്കുള്ളത് അത് പങ്കുവെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുക? പൊതുവിൽ നമുക്കുള്ള വസ്തുക്കൾ, നമുക്കുള്ള എന്തെങ്കിലും, അത് അറിവാണെങ്കിലും നമ്മുടെ ഒരു ശേഷിയാണെങ്കിലും അതുപോലെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മൂല്യം അത് മറ്റുള്ളതിലേക്ക് കൂടി പങ്കുവെക്കാറുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിലൂടെ, പങ്കുവെക്കൽ എന്ന കാര്യം ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ലഭിച്ച ഒരു അധികമായിട്ട് ഉള്ള എന്താണെങ്കിലും അത് മറ്റുള്ളതിലേക്ക് കൂടി നമ്മൾ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ലഭിച്ച വിഭവങ്ങൾ അല്ലെങ്കിൽ അറിവ്, കഴിവ്, ഇതിന് നമ്മൾ വലിയൊരു മൂല്യം നൽകുന്നു, അല്ലെങ്കിൽ അതിന് പൊതുവായ ഒരു പ്രയോജനം നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് പങ്കുവെക്കൽ എന്നതിലൂടെ സംഭവിക്കുന്നത്. അതില് എന്തിനാണ് നമ്മൾ ഈ പങ്കുവെക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, നമ്മളെല്ലാം മറ്റൊന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്നു, അങ്ങനെ മാത്രമേ ഇവിടെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമുക്കറിയാം. അപ്പോ ഒരാൾക്ക് അധികമായിട്ട് എന്താണോ ലഭിക്കുന്നത് അതിന് മറ്റൊരു ആവശ്യം ഉണ്ടാകാം, അല്ലെ? മറ്റൊരാൾക്ക് അത് ആവശ്യമുണ്ടാകാം, പക്ഷെ അവിടെ അത് ഉണ്ടാകണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത് പങ്കുവെക്കുന്ന സമയത്ത് അവരുടെ ആവശ്യം കൂടി അവിടെ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ആ പങ്കുവെക്കുന്ന സമയത്ത് അത് ആർക്കാണോ ലഭിക്കുന്നത് അവരും നമ്മളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ എന്താണോ പങ്കുവെച്ചത്, അത് ഒരു വസ്തു ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമുക്ക് ലഭിച്ച എന്തും ആകട്ടെ, നമ്മുടെ സമയം, അറിവ്, അങ്ങനെ എന്തുമാകട്ടെ, അതിന് മറ്റൊരു വലിയ പ്രയോജനം ലഭിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രയോജനം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ വിഭവങ്ങളുടെ പ്രയോജനം മറ്റൊന്നിനെ കൂടി അനുഭവിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുന്നു. അങ്ങനെ ഒരു പൊതു നന്മ അവിടെ നമ്മൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പ്രകൃതിയിൽ ഇത് നമുക്ക് എവിടെ നോക്കിയാലും ഈ ഒരു പങ്കിടൽ കാണാം എന്നുള്ളതാണ്. പക്ഷെ പ്രകൃതിയിൽ ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഇത് പങ്കിടേണ്ടി വരുന്നു, അല്ലെങ്കിൽ പാലിക്കേണ്ടി വരുന്നു, ഇത് പഠിച്ച് മനസ്സിലാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പരമാവധി വ്യക്തിക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുക, എന്തിനേയും കൊണ്ടുപോവുക എന്നുള്ളതാണ്. അവിടെ നിന്നും നമ്മൾ സാമൂഹ്യമായിട്ടുള്ള വളർച്ച, അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളുടെ കൂടി വളർച്ച എന്നുള്ളതിലേക്കാണ് ഈ പങ്കിടൽ എന്ന മൂല്യം പാലിക്കുന്ന സമയത്ത് വളരുന്നത്. അവിടെ
നമുക്ക് ചുറ്റും എല്ലാം പങ്കിടുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇപ്പോ സസ്യങ്ങള്, ജന്തുക്കൾ, അതും അതില് മനുഷ്യര്, ഇതെല്ലാം തമ്മിൽ പരസ്പരം കൊടുത്തും വാങ്ങിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ സസ്യങ്ങളിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നു, അതുപോലെ വൃക്ഷങ്ങളിൽ നിന്ന് വായു, തണൽ, ഇതെല്ലാം സ്വീകരിക്കുന്നു. ജീവികൾ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് സ്വീകരിക്കുന്ന സമയത്ത് പല രീതിയിൽ നമ്മളത് തിരിച്ചു നൽകുന്നു. ഇപ്പോ സസ്യങ്ങൾക്കിടെ വിത്ത് വിതരണം പല രീതിയിൽ സംഭവിക്കുന്നു, ജീവികളുടെ പല രീതിയിലുള്ള ഇടപെടലിലൂടെ അത് സംഭവിക്കുന്നുണ്ട്, പരാഗണത്തിലൂടെ, ജലത്തിലൂടെ ഒഴുകിപ്പോകുന്നതിലൂടെ, കാറ്റിലൂടെ, ഇങ്ങനെയെല്ലാം പരാഗണം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മുടെ ഇടപെടൽ മറ്റൊന്നിന് പല രീതിയിൽ സഹായമാകുന്നു എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യരുടെ ഇടപെടൽ എന്ന് പറയുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം സഹായങ്ങൾക്ക് എന്നുള്ളതാണ്. കാരണം അവിടെ നമ്മൾ ഇടപെടുന്നത് നമ്മുടെ മാത്രം എന്തെങ്കിലും ഒരു പ്രയോജനം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആയതുകൊണ്ട് അവിടെ മറ്റൊന്നിന്റെ നിലനിൽപ്പ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ അവഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഇത് ബോധപൂർവം നമ്മൾ പാലിക്കേണ്ടതിന്റെ ഒരു ആവശ്യം ഉണ്ടാകുന്നത്. അങ്ങനെ പ്രകൃതിയുടെ ആ ഒരു പങ്കുവയ്ക്കൽ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളും നിരീക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് പകർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ പ്രകൃതിയിലെ എല്ലാത്തിനും ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിൽ തന്നെ ആ ഒരു പങ്കിടലും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യ ജീവിതത്തിൽ നോക്കുന്ന സമയത്ത് മനുഷ്യർ തമ്മിൽ ഭക്ഷണം പങ്കിടുന്നു, വിഭവങ്ങൾ പല രീതിയിൽ പങ്കിടുന്നുണ്ട്. അതുപോലെ നമ്മുടെ അറിവുകൾ, സേവനങ്ങളായിട്ടും അല്ലെങ്കിൽ അത് ഒരു പിന്നെ കച്ചവടമായിട്ടും ഒക്കെ നമ്മളിങ്ങനെ പങ്കിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നമുക്ക് നമ്മുടെ സമയം, ശ്രദ്ധ, ഇതെല്ലാം കൂടുതൽ പങ്കിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച്. അതുപോലെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഈ അനുഭവം ലഭിച്ചെങ്കിൽ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതുപോലെ നമുക്ക് ലഭിച്ച അവസരങ്ങൾ മറ്റൊരാൾക്ക് കൂടി ഇത് ലഭിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം മെച്ചപ്പെടാൻ ഇത് എത്രത്തോളം സഹായിക്കും എന്ന് മനസ്സിലാക്കി അവിടെ അത് പങ്കിടാം. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ എല്ലാം ഉത്തരവാദിത്തത്തോടു കൂടി പങ്കിടാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ പങ്കിടൽ എന്ന് പറയുന്നതിന്റെ മൂല്യം എത്രത്തോളാണെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടേത് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, എന്റേത്, അതിൽ നിന്നും നമുക്ക് ഇത് എല്ലാവരുടേതുമാണ്, ഇത് നമ്മുടേത് എന്നുള്ളൊരു അവസ്ഥ, ആ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ശരിക്കും സംഭവിക്കുന്ന ഒരു യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത്. അല്ലെ, നമ്മുടേത് എന്ന് മാത്രം നമ്മളൊരു കാര്യത്തെ കണ്ട് നമ്മുടേത് മാത്രമായിട്ട് നമ്മൾ വേലി കെട്ടി സൂക്ഷിക്കുന്ന സമയത്ത് അവിടെ അത് മറ്റൊന്നിന് ലഭിക്കാതെ പോകുന്നു, മറ്റൊന്നിന്റെ ആവശ്യം അവിടെ നമ്മൾ അവഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഉടമസ്ഥത എന്നതിന്റെ അതിരുകൾ നമ്മൾ അവിടെ വികസിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഉപയോഗമില്ലാത്ത, അതായത് നമുക്ക് തൽക്കാലം അതിന്റെ ഉപയോഗം ഉണ്ടാകില്ലായിരിക്കാം, പക്ഷെ നമ്മളത് നമ്മുടേത് മാത്രമായിട്ട് സൂക്ഷിക്കുന്ന സമയത്ത് അതിന്റെ മൂല്യം അവിടെ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ നമ്മൾ തൽക്കാലം ഉപയോഗമില്ലാത്ത ഒരു കാര്യം മറ്റൊന്നുമായിട്ട് പങ്കുവെക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അവിടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കുന്നു എന്ന് സംഭവിക്കുന്നു. അങ്ങനെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ വിശ്വാസം, അതുപോലെ മറ്റൊന്നുമായിട്ടുള്ള അടുപ്പം, ഇതെല്ലാം വളരുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മള് കുട്ടികൾക്കിടയിൽ പാരിസ്ഥിതിക മൂല്യങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് വളരെയധികം പ്രാധാന്യം കൊടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ പങ്കിടൽ എന്ന് പറയുന്നതിന്റെ കാര്യം. അതായത് അവർക്ക് എന്താണോ അവർക്ക് ഉള്ളത് അത് വളരെ സന്തോഷത്തോടു കൂടി പങ്കുവെക്കാനായിട്ട് ശീലിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വളരെ ചെറുപ്പം മുതലേ തന്നെ നമ്മൾ ഈ ഒരു മൂല്യം വളർത്തുന്ന സമയത്ത്, അത് മുതിർന്നവരാകുന്ന സമയത്ത് അതിന് സാമൂഹ്യമായിട്ടുള്ള വലിയൊരു ഫലം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ പങ്കിടുന്ന ഈ ഒരു മൂല്യം വളരുന്ന സമയത്ത് അത് വ്യക്തി എന്നതിൽ നിന്നും കുടുംബം എന്നതിൽ നിന്നും സമൂഹം എന്നൊരവസ്ഥയിൽ വളരുമ്പോൾ അത് പ്രകൃതിയുടെ സുസ്ഥിരത എന്ന് പറയുന്ന ഒരു മൂല്യത്തിലേക്കുള്ള കൂട്ടിച്ചേർക്കലാകുന്നു എന്നുള്ളതാണ്. അവിടെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ വേണ്ടത് മാത്രം എടുക്കുക എന്ന് പറയുന്നത്, ആ എടുക്കുന്നത് മറ്റുള്ളതുമായി പങ്കുവെക്കുക എന്ന് പറയുന്നത്, ഇതെല്ലാം അമിതമായിട്ടുള്ള ഒരു ഉപഭോഗം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ നമുക്ക് ലഭിച്ച വിഭവങ്ങൾ പാഴാക്കാതെ പരമാവധി അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള രീതി അവിടെ നമുക്ക് ശീലമാകുന്നു. ഒരു കാര്യത്തെ വീണ്ടും ഉപയോഗിക്കുക. പ്രകൃതിയിലെ നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു മാലിന്യം എന്ന് പറയുന്നത് പാഴ്വസ്തുക്കൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ലഭിക്കുന്നതിന് പങ്കുവെക്കുന്ന സമയത്ത് അവിടെ പാഴായി പോകാതെ അതിന്റെ പ്രയോജന മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ പൊതുവിഭവങ്ങൾ, എല്ലാവർക്കുമായിട്ട് ഇവിടെ ലഭിച്ചിട്ടുള്ള വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിന്, അതിന്റെ പരമാവധി ഉപയോഗത്തിന് ഇത് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ്.
അങ്ങനെ പ്രകൃതിയുടെ മൂല്യത്തെ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളുടെ മൂല്യത്തെ പങ്കുവെക്കലിലൂടെ നമുക്ക് വർദ്ധിപ്പിക്കാം. അങ്ങനെ പങ്കിടലിന്റെ സാമൂഹികമായിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത് എല്ലാവർക്കുമായിട്ട് ലഭിച്ചിട്ടുള്ള വിഭവങ്ങൾ എല്ലാവർക്കുമായി തന്നെ പങ്കുവെക്കപ്പെടുന്ന സമയത്ത് അവിടെ ഒരു അസമത്വം എന്നുള്ള ഒരു കാര്യം ഒഴിവാകുന്നു എന്നുള്ളതാണ്, അല്ലെ? ഇപ്പോ എല്ലാവർക്കുമായി ലഭിച്ചിട്ടുള്ളത് കുറച്ചു പേരിലേക്ക് മാത്രമായി ഒതുങ്ങി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന അസമത്വം നേരിടുന്നത്. അപ്പോ ഈ ശീലം, പങ്കിടൽ എന്ന് പറയുന്ന ശീലം എല്ലാവരും പാലിക്കുന്ന സമയത്ത് എല്ലാവർക്കും വിഭവങ്ങൾ ആവശ്യത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പരസ്പര സഹായം സംഭവിക്കുന്നു. അതുപോലെ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തം, അതിന്റെ ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പൊതുവായിട്ടുള്ള ഒരു പങ്കിടൽ എന്ന് പറയുന്നത് ഒരു പൊതു നന്മയുടേതായിട്ടുള്ള ഒരു സംസ്കാരം വളരാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഒളിമ്പസിന്റെ പഠനങ്ങളിൽ നമ്മൾ എപ്പോഴും പരസ്പര ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം തന്നെ അവിടെ അതിന് സഹായിക്കുന്ന സഹകരണം എന്ന മൂല്യം, അതിനെ സഹായിക്കുന്ന പങ്കിടൽ എന്ന മൂല്യവും നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വസ്തു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്തും, നമുക്ക് ലഭിച്ചിട്ടുള്ള എന്തും അതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് സത്തകളുടെ പ്രയത്നം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സംഭാവന അവിടെ ഉണ്ട്. അതായത് നമുക്ക് മാത്രമായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളതല്ല. അപ്പൊ എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് മാത്രമായിട്ട് നമ്മൾ സ്വന്തമാക്കുന്ന സമയത്ത് പാരസ്പര്യമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ എല്ലാവരുടെയും പ്രയത്നം, അതിന് നമ്മൾ വളരെ പ്രാധാന്യവും മൂല്യവും നൽകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് മാത്രമായിട്ട് ചിലത് മാറ്റിവെക്കുന്ന സമയത്ത് ആ പൊതുവായിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടല്ലോ, പ്രകൃതിയുടെ വിഭവങ്ങളുടെ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആ ഒരു ഫ്ലോ ആണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിൽ നിന്നും കൊടുക്കുന്നത് നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉള്ള വരവുണ്ടല്ലോ, അതിന്റെ ആ ഒഴുക്കാണ് അവിടെ നിലയ്ക്കുന്നത് അല്ലെങ്കിൽ കുറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് ചുറ്റുപാടിന്റെയും കൂടെ സമൃദ്ധിയാണ്, അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഈ പങ്കിടൽ എന്നത് നമ്മുടെ സഹജീവനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു മൂല്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ എന്റേത് എന്ന് പറയുന്നതിൽ നിന്നും നമ്മുടേത് എന്നുള്ള രീതിയിലേക്ക് ഈ പങ്കിടൽ എന്ന മൂല്യം നമ്മെ വളർത്തുന്നു എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എവിടെ നിന്നാണോ ഇത് ലഭിക്കുന്നത് അതിന് പ്രാധാന്യം കൊടുക്കുക. ഒരുപാട് നമ്മെ പോലെ തന്നെ ഉള്ള മറ്റ് ജീവികളുടെ കൂടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ലഭിച്ചതിനോട് നമ്മൾ എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കുക. പങ്കുവെക്കൽ എന്ന് പറയുന്നതിന് ആ കൃതജ്ഞത എന്ന മൂല്യം കൂടി നമ്മൾ അവിടെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആവശ്യം നടക്കുന്നതോടൊപ്പം അതിനപ്പുറം മറ്റുള്ളവരുടെ ആവശ്യം കൂടി മനസ്സിലാക്കി അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ പങ്കുവെക്കൽ എന്ന മൂല്യം നമ്മൾ പാലിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ വ്യക്തി സമൃദ്ധി എന്നുള്ളതിൽ നിന്നും പൊതുവായിട്ടുള്ള സമൃദ്ധി എന്നതിലേക്ക് വളരുന്നു. ആ പൊതുവായിട്ടുള്ള സമൃദ്ധി എന്നുള്ളത് നമ്മെ സഹജീവനത്തിന് പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഈ പങ്കുവെക്കൽ എന്ന മൂല്യം നമ്മൾ പാലിക്കുന്ന സമയത്ത് നമുക്കും നമ്മുടെ ചുറ്റുപാടിനും സംഭവിക്കുന്നത്. അപ്പൊ ഈ മൂല്യം ബോധപൂർവം പാലിച്ച് പങ്കുവെക്കൽ എന്നതിന്റെ എല്ലാ തരത്തിലുള്ള ഫലങ്ങളും ഏവർക്കും അനുഭവിക്കാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.